ഞാനേ എൻ്റെ പെപ്പർ നോത്തി എന്തൊക്കെയാ അവിടെ കാട്ടിക്കുട്ടിയെ നോക്കിയിട്ട് വരാമേ. ഡാനി എഴുന്നേറ്റ് അകത്ത് പോയി. പുറകെ അജയും പോയി. ശിവ എഴുന്നേറ്റതും അഞ്ജലി അവൻ്റെ കയ്യിൽ പിടിച്ച്. നിങ്ങൾ സംസാരിക്കും, ഞാൻ അകത്തുണ്ടാവും. ശിവ അവിടെ കവിൾ തട്ടിപ്പന്ന് അകത്ത് പോയി. അവരുടെ സങ്കടം അവർ പറഞ്ഞു വെക്കട്ടെന്ന് കരുതി അവരെല്ലാം മനഃപൂർവ്വം ഒഴിവായതായിരുന്നെന്ന് അവർക്ക് മനസ്സിലായി. ഡാ ഇനി എന്നാടാ അറിയില്ല, പോവാതിരുന്നോട്ടെ. ഞാൻ വാക്കൊടുത്തുടി. എനിക്ക് പറ്റില്ലടാ. നീ അടുത്തില്ലെങ്കിലും ഒരു വിളിക്കപ്പുറം നീ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ് ഗൗതം. ഞാനും നമ്മുടെ ആ പഴയകാലം മിസ് ചെയ്യുന്നു അഞ്ജലി. അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗൗതമും കരയുകയായിരുന്നു ശബ്ദമില്ലാതെ. ഓർമ്മ വെച്ച നാൾ മുതൽ അവർ രണ്ടുപേരുമായിരുന്നു എപ്പോഴും ഒരുമിച്ച്. സ്വന്തം സഹോദരൻ അജയോട് പോലും അടുക്കാത്ത അഞ്ജു എപ്പോഴും ഗൗതമിൻ്റെ കൂടെയായിരുന്നു. അവൾക്ക് വേണ്ടി എന്തിനും ഗൗതമും ഉണ്ടായിരുന്നു. കീർത്തി അവർക്കിടയിൽ വന്നപ്പോൾ പോലും അവരുടെ ബന്ധം മുറിഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് തന്നെ കീർത്തി അവർക്ക് സ്പേസ് നൽകിയിരുന്നു. അതുതന്നെയായിരുന്നു അഞ്ജുവിനും ഗൗതമിനും കീർത്തി ഇഷ്ടാവാൻ കാരണം. കോളേജിന് പുറത്ത് എപ്പോഴും അഞ്ജലിയുടെ കൈകളുടെ അവകാശി ഗൗതം മാത്രമായിരുന്നു. പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും അവർ പരസ്പരം നോക്കി. നിറഞ്ഞ മിഴികൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. പരസ്പരം പുണർന്നു. നീ ഹാപ്പി ആയിരിക്കും അഞ്ജു. ശിവ കൂടെ ഉള്ളപ്പോൾ നീ ഹാപ്പി ആയിരിക്കും. പക്ഷെ എൻ്റെ ഹാപ്പിനെസ്സിൽ നീ കൂടെ ഉണ്ടടാ. ഞാൻ വേഗം വരൂടി. അവരെ പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ സ്വപ്നം നേടാൻ ഞാൻ വരും. അവളെ ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിലൊരു കടലിരുമ്പെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഇതെന്തോ ഒരുമാതിരി കണ്ണീർ പരമ്പര പോലെ. പുറകിൽ നിന്ന് ശബ്ദം കേട്ടതും അഞ്ജലിയും ഗൗതമും കണ്ണു തുടച്ചുകൊണ്ട് നോക്കി. എല്ലാവരും അവരെ നോക്കി അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അങ്ങോട്ട് വന്നു. അഞ്ജലിയുടെയും ഗൗതമിൻ്റെയും കൂടെയിരുന്നു. അവരുടെ വിഷമമാർ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്നു. ശിവ അഞ്ജലിയെ നോക്കിയതും അവൾ കണ്ണടച്ച് ഓക്കെയാണെന്ന് കാണിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. രാവിലെ നേരത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഗൗതം ആദ്യം തന്നെ യാത്ര പറഞ്ഞിറങ്ങി. എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞ് അവസാനം ശിവയെ കെട്ടിപ്പിടിച്ചവൻ. എൻ്റെ അഞ്ജുവിൻ്റെ സന്തോഷമാണ് നീ. അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കാൻ നോക്കണം. അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പോയി പെട്ടെന്ന് വേണം. എൻ്റെ പെണ്ണിനെ കൂടുതൽ സങ്കടപ്പെടുത്താൻ. അഞ്ജലി ഗൗതമിൻ്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ശിവയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ ചേർത്തിപ്പിച്ചിരിക്കുന്ന ശിവയെ കണ്ണിറെ കണ്ടുകൊണ്ട് ഗൗതം കാറിൽ കയറി. കീർത്തിയും കണ്ണീരൊപ്പി. കഴിവീശി അവൻ യാത്രയായതും എല്ലാവരും അകത്ത് കയറി. റൗഡി അവൻ പോട്ടടി. അവൻ്റെ സ്വപ്നങ്ങൾ സാധിക്കട്ടെ. അവൻ്റെ സ്വപ്നം അതല്ല റൗഡി, പിന്നെ IPS. ശിവ അഞ്ജലിയെ നോക്കിയതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൻ്റെ ചെറുപ്പം മുതലുള്ള സ്വപ്നമാണത്. ഈ ലോകത്ത് അവൻ എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ള സ്വപ്നം. അപ്പം ഞാൻ അവൻ്റെ ശത്രുവാവുമല്ലോ. പോലീസും കള്ളനും കൂടി ഒരു കളി കളിക്കേണ്ടി വരും. ശിവ ചിരിയോടെ പറഞ്ഞു. അജയും ശാലിനിയും അമ്മുവെല്ലാം പോയി കഴിഞ്ഞ് ഡാനി കീർത്തി കൊണ്ട് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞു. അവരിടയ്ക്ക് രാത്രി കറങ്ങാൻ പോകും. അതുകൊണ്ട് അവർ പോയി കഴിഞ്ഞ് ശിവയുടെ നെഞ്ചിൽ തലയാഴ്ച കിടക്കുകയായിരുന്നു അഞ്ജു. ശിവ ഫോണിൽ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ തലയിൽ തഴുകുന്നുണ്ടായിരുന്നു. റൗഡി റൗഡി എന്താടി? നമുക്ക് എത്ര കുട്ടികൾ വേണം? നീ ഒരുമാതിരി പൈങ്കിളി പെമ്പിളേരെ പോലെ കൊഞ്ചാവരല്ലേ? ഓ, പറയുന്ന കേട്ടാണെന്ന് ഒരുപാട് പെണ്ണുങ്ങൾ അറിയാമെന്ന്. പിന്നെ അറിയാതെ റൗഡി വേണ്ട കേട്ടോ, എനിക്ക് ദേഷ്യം വരും. നീ തന്നെ ലെടി അന്ന് ആ മല്ലിക ചേച്ചി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അതൊരു കയ്യബദ്ധം. അന്ന് നിങ്ങൾ നടന്നിരുന്നെങ്കിലും കൊല്ലും ഞാൻ. അഞ്ജലി തിരിഞ്ഞിടന്നു അവൻ്റെ കഴുത്തിൽ 2 കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് പറഞ്ഞു. അപ്പം നിന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ? മല്ലിക ചേച്ചിയോട്? ഇല്ല, പക്ഷേ ഒരാളോടുണ്ടായിരുന്നു. ആരോട്? അഞ്ജലി ആകാംക്ഷയോട് ചോദിച്ചു. ശിവ അവളെ പിടിച്ച് തിരിഞ്ഞു കിടന്നു. അവളുടെ മുകളിൽ കൈകുത്തി നിന്ന് അവളെ തന്നെ നോക്കി. എൻ്റെ പെണ്ണിനോട്. എന്താ മനസ്സിലുണ്ടായിരുന്നേ? പറയട്ടെ? തുറന്നു പറയും. ഞാൻ പറഞ്ഞോന്നേ. നിന്നെ ഇങ്ങനെ ഇറുകെ കെട്ടിപ്പിടിച്ച് കവിളിലും കണ്ണിലും മൂക്കിലും ചുണ്ടിലും മാറി മാറി ഉമ്മ വെച്ച്, നിന്റെ ചുണ്ടിൽ വീണ്ടും വീണ്ടും ഉമ്മ വെച്ച്, കഴുത്തിലൊരു കടി തന്നു നിന്റെ ഡ്രസ്സെല്ലാം. വേണ്ട വേണ്ട മതി. ബാക്കി കൂടി പറയട്ടെടി. വേണ്ട, ബാക്കി പറയണ്ട, ചെയ്താ മതി. വശ്യമായി അവൾ പറഞ്ഞത് ആ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിടയിലേക്ക് ആഴ്ന്നു തുടങ്ങി. ചുംബനം ഒരു ലഹരിയായി അവർക്കിടയിൽ ഒരു മഴ പോലെ അവരുടെ പ്രണയം പെയ്തു തുടങ്ങി. ശ്വാസനിശ്വാസങ്ങൾ ആ മുറിയിൽ ഉയർന്നു കേട്ടു. അവൻ്റെ ചുംബനത്തിൽ വിവശയായവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി. തളർന്നുറങ്ങുന്ന ശിവയുടെ നെഞ്ചിൽ തലവെച്ച് അഞ്ജലി ഉറക്കം പിടിച്ചിരുന്നു. രാത്രിയിൽ എപ്പോഴോ ശിവ ഉണർന്നു അഞ്ജലിയെ മാറ്റി നേരെ കിടത്തി പുതപ്പെടുത്ത് പുതപ്പിച്ചുകൊണ്ട് അവനും മുണ്ടെടുത്ത് കൊടുത്തു. ടേബിളിൽ വെച്ചിരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഡാനി ഇതുവരെ വന്നില്ലല്ലോ എന്ന ചിന്തയിൽ അവൻ ഫോൺ എടുത്തു. അതിൽ ഡാനിയുടെ അടക്കം ഒരുപാട് മിസ് കോളുകൾ കണ്ടു.
അതുകൊണ്ട് പകച്ചുകൊണ്ട് ശിവ ഡാനി തിരിച്ചു വിളിച്ചുകൊണ്ട് ഫോൺ ചെവിയിൽ വെച്ച്. അഞ്ജലി ഉണരാതിരിക്കാൻ മുറിയിൽ നിന്നിറങ്ങി വാതിൽ പതിയെ ചാരി. ബെല്ലടിച്ച് തീർന്നിട്ടും ഡാനി ഫോൺ എടുത്തില്ല. എന്തോ അപകടം മനസ്സിലായതുപോലെ ശിവ വേഗം മിസ് കോളിൽ കിടന്നിരുന്ന ഗൗതമിന്റെ നമ്പറിൽ വേഗം വിളിച്ചു. പകുതിയായപ്പോഴേക്കും ഗൗതം ഫോൺ എടുത്തു. എന്താടാ ശിവ, അഞ്ചു ഇവിടെ? അവൾ ഉറങ്ങുമോ? നീ കാര്യം പറയടാ. ഗൗതം വല്ലാതെ കിതക്കുന്ന പോലെ തോന്നി. അവന് പറയാനുള്ളത് എന്തോ അപകടമാണെന്ന് ശിവക്ക് മനസ്സിലായി. ശിവ, അങ്കിൾ രമേശ് അങ്കിൾ പോയടാ. കേട്ടത് വിശ്വാസം വരാതെ ശിവ തറഞ്ഞിരുന്നു. അവന്റെ മറുപടിയൊന്നും കേൾക്കാതെ വന്നു ഗൗതം വീണ്ടും പറഞ്ഞു. ഞാൻ അവിടുന്ന് വന്നു അജി വിളിച്ച്. അവർ ചെല്ലുമ്പോൾ അങ്കിൾ ഹാളിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആൻറ്റിക്കും ബോധമില്ലായിരുന്നു. ആൻറ്റി ഐസിയുമില്ല. അങ്കിൾ ഇവിടെ തീപ്പൊഴുകും പോയി. സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് ഗൗതം പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ശിവയുടെ മനസ്സിൽ അഞ്ജലിയുടെ മുഖം മാത്രമായിരുന്നു. അവളോട് എങ്ങനെ താനിതെല്ലാം പറയുന്ന സങ്കടമായിരുന്നു. ഒപ്പം ഒരുപാട് ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും കൊന്നുകളയുമെന്ന് വീമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും രമേശിന്റെ മരണം അവനെയും സങ്കടപ്പെടുത്തി. എല്ലാം മറന്ന് തന്നെ ചേർത്ത് പിടിച്ച കൈകൾ ഇനിയില്ലെന്ന തിരിച്ചറിവ് അവനിൽ നോവായി മാറി. ഗൗതം, ഡാനി അവിടെയാണോ? അതെ, നിന്നെ വിളിച്ചു കിട്ടാത്തതുകൊണ്ട് ഞാൻ ഡാനിയെ വിളിച്ചു. അവനും കീർത്തിയുടെ ഹോസ്പിറ്റലുണ്ട്. പിന്നെടാ അച്ചുവിനോട് എങ്ങനെയാ? ഞാൻ കൊണ്ടുവരാം അവളെ. ഷിയോ ഫോൺ കട്ട് ചെയ്ത് കസേരയിലേക്ക് ഇരുന്നു. കൈ രണ്ടും മുടിയിൽ കൊരുത്തി പിടിച്ച് കുറേ നേരം കണ്ണടച്ചിരുന്നു. പിന്നെ വേഗം എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ശാന്തമായി കിടന്നിറങ്ങുന്ന അഞ്ജലിയെ കണ്ട് ശിവയുടെ നെഞ്ചം നീറി. കുറച്ച് നിമിഷങ്ങൾ കൂടെ കഴിഞ്ഞ് അവളുടെ കണ്ണുകൾ നിറയുമല്ലേ എന്ന ഓർമ്മയിൽ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. പിന്നെ എന്തോ തീരുമാനിച്ച പോലെ അവൻ ബാത്റൂമിൽ കയറി ഫ്രഷായി. തിരികെ വന്ന് ഡ്രസ്സ് ചെയ്ത് ഷർട്ടിൻ്റെ ബട്ടണിട്ടുകൊണ്ട് അഞ്ജലിയുടെ അരികിൽ വന്നിരുന്നു. പതിയെ അവളെ തട്ടി വിളിച്ചു. ഒരു ഞരക്കത്തോടെ അഞ്ജലി കണ്ണു തുറന്നു. അവൾ ചിരിച്ചുകൊണ്ട് ശിവയുടെ കൈ പിടിച്ച് അതിലേക്ക് മുഖം വെച്ച് കിടന്നു. എഴുന്നേൽക്ക്, നമുക്കൊരിടം വരെ പോകണം. എങ്ങോട്ടാ റൗഡി? ആദ്യം നീ റെഡിയാവും. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ശിവ പുറത്തിറങ്ങി നിന്നു. കുറച്ച് കഴിഞ്ഞ് അഞ്ചു ഇറങ്ങി വന്നു. അവൻ ബൈക്കിൽ കയറിയിരുന്നു. എങ്ങോട്ടാ റൗഡി രാത്രിയിൽ? ഡാനിസിനും കീർത്തിയൊക്കെ എവിടെ? നീ ആദ്യം കയറ്. ശിവയുടെ വെപ്രാളം കണ്ട് അഞ്ജലിയുടെ മനസ്സിലും പല ചിന്തകളും കടന്നുപോയി. എങ്കിലും എങ്ങോട്ടാവും പോകുന്നതെന്ന ചിന്തയിൽ അവൾ നിശബ്ദയായി. ഹോസ്പിറ്റലിലേക്കുള്ള ഗേറ്റ് കടന്ന് ബൈക്ക് പാഞ്ഞത് അഞ്ജലിയുടെ മനസ്സിലെന്തോ ഭയം നിറഞ്ഞു. അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകും പോലെ അവൾ ശിവയെയും ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് മുറ്റുനോക്കി. ബൈക്ക് നിർത്തി ശിവ ഇറങ്ങി അഞ്ജലിയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്നതും അഞ്ജലിയുടെ കാലുകൾ നിശ്ചലമായി. ശിവ തിരിഞ്ഞു നോക്കുമ്പോൾ അഞ്ജലി നിറഞ്ഞ മിഴിയോടെ ശിവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നിനക്കുള്ള ഉത്തരം എനിക്ക് പറയാൻ വയ്യടി, നീ വാ. അവളെയും പിടിച്ചു വലിച്ചുകൊണ്ട് ശിവ ഐസിന് മുമ്പിലെത്തി. അവിടെ ഇരിക്കുന്ന ഡാനിയും കീർത്തിയും ശാലിനിയും ഗൗതവും എല്ലാം അവരെ കണ്ടത് എഴുന്നേറ്റ്. എന്നാൽ അഞ്ജലിയുടെ കണ്ണുകൾ ചെന്ന് നിന്ന് കുറച്ചു മാറി ഐസിയുവിൻ്റെ വാതിലേക്ക് ഉറ്റുനോക്കുന്ന അജയിലായിരുന്നു. ശിവയുടെ കൈവിട്ട് അവൾ ഓടി അജയുടെ അടുത്തെത്തി. അവളെ കണ്ടത് അജയ് അവളെ കെട്ടിപ്പിടിച്ച്. ഒന്നും മനസ്സിലായില്ലെങ്കിലും തനിക്ക് എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ബോധം അവളിലുണ്ടായിരുന്നു. അഞ്ജു, നമ്മുടെ പപ്പ. കരഞ്ഞുകൊണ്ട് അജയ് പറയുമ്പോൾ അഞ്ജലി ശീലകണക്കി നിന്നു. താൻ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പപ്പ പോയടി, നമ്മുടെ പപ്പ പോയി. അഞ്ജലി അജയെ മാറ്റി നിർത്തി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ തിരിഞ്ഞു നിന്നു. രമേശിൻ്റെ ചിരിക്കുന്ന മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയതും അഞ്ജലി ഓടി ശിവയുടെ അടുത്ത് വന്നു. എവിടെയാ റൗഡി എൻ്റെ പപ്പ? എനിക്ക് കാണണം, എനിക്കിപ്പോൾ കാണണം. അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ എല്ലാവരുടെയും മിഴികൾ നിറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ സങ്കടം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ നിന്നു. പെട്ടെന്ന് എന്തോർമ്മയിൽ അഞ്ജലി തല ഉയർത്തി. മമ്മയുടെ. ശിവയുടെ മിഴികൾ ഐസിയുവിലേക്ക് നീണ്ടതും അഞ്ജലിയും അങ്ങോട്ട് നോക്കി. ആ വേദന കൂടെ താങ്ങാൻ കഴിയാതെ അവൾ അവൻ്റെ ചുമലിലേക്ക് തളർച്ചയോടെ വീണു. മണിക്കൂറുകൾ നീങ്ങുമ്പോഴും ആരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കാതെ ആ വരാന്തയിൽ തന്നെ ഇരുന്നു. അഞ്ജലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ കുറച്ച് മാറി ഇരിക്കുന്നുണ്ടായിരുന്നു. ശാലിനിയും ഗൗതമും അജയുടെ അടുക്കളയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഐസിയുവിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വന്നു. അവരെ കണ്ടതും ഗൗതമും ഡാനിയും വേഗം അടുത്തേക്ക് പോയി. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, എൻ്റെ ക്യാബിനിലേക്ക് വരൂ. ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ഡോക്ടർ പറഞ്ഞു പോയതും ഡാനിയും ഗൗതമും പരസ്പരം നോക്കി. എല്ലാവരും എന്താണെന്നറിയാൻ അവർ തന്നെ ഉറ്റുനോക്കി. കുഴപ്പമൊന്നുമില്ല, ആൻറ്റി ഓക്കെയാണ്, ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. അവരുടെ വാക്കിൽ എല്ലാവർക്കും ആശ്വാസമായെങ്കിലും ശിവ മാത്രം അവരെ സൂക്ഷിച്ചു നോക്കി. ഡാനി അവനോട് വരാൻ കണ്ണുകൊണ്ട് കാണിച്ച് മുന്നോട്ട് നടന്നു. ശിവ കീർത്തിയെ വിളിച്ച് അഞ്ജലിയുടെ അരികിലിരുത്തി. അവൻ പോകാൻ നിന്നു. അഞ്ജലി അവൻ്റെ കയ്യിൽ പിടിച്ച്. ഞാനിപ്പോൾ വരാം. അവളുടെ കവിളിൽ പതി തട്ടിക്കൊണ്ട് ശിവ നടന്നു. അഞ്ജലി കീർത്തിയുടെ തോളിലേക്ക് ചാഞ്ഞു. അവർ മൂന്നുപേരും ഡോക്ടർ മുമ്പിൽ അക്ഷമയോടെ നിന്നു. അദ്ദേഹം എങ്ങനെ പറഞ്ഞു തുടങ്ങുന്നറിയാതെ കുഴയുന്ന പോലെ തോന്നി. നിങ്ങളൊക്കെ? ഇതവരുടെ മരുമകനാണ്, പേര് ശിവ.
ഞാൻ അനിയൻ്റെ മകനാണ് ഗൗതം. ഗൗതം പറഞ്ഞു ഡോക്ടർ ശിവയെ നോക്കി. സി മിസ്റ്റർ ശിവ, രമേശ് നമ്പ്യാരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വയറ്റിൽ വിഷാംശമുള്ളതായിട്ടാണ് റിപ്പോർട്ട്. അതായത് മരണകാരണം വിഷാകത്തി എന്ന് തന്നെയാണ്. അവർ മൂന്നുപേരും ഞെട്ടലോടെ പരസ്പരം നോക്കി. പിന്നെ രാധാ നമ്പ്യാരുടെ ഉള്ളിലും സെയിം വിഷം കണ്ടെത്തി. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ ശിവയുടെ മനസ്സിൽ അതിനുള്ള ഉത്തരം കിട്ടിയിരുന്നു. അവൻ്റെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു വന്നു. പിന്നെ രാധാ നമ്പ്യാരുടെ സ്ഥിതി കുറച്ച് ക്രിട്ടിക്കലാണ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാം. അത്രയും പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ അവർ നോക്കാതിരുന്നു. ഗൗതമും ഡാനിയും കേട്ടതിന് ഷോക്കിൽ നിൽക്കുമ്പോൾ ശിവ മനസ്സിൽ പലതും കണക്ക് കൂട്ടുകയായിരുന്നു. അവിടുന്ന് തിരിച്ചിറങ്ങിയതും ശിവ അവരെയും വിളിച്ച് കുറച്ച് മാറി നിന്നു. ഡാനി, നിങ്ങളിവിടെ നിന്നു, ഞാനിപ്പോൾ വരാം. എങ്ങോട്ടാ ശിവ നീ? എനിക്കൊരാളെ കാണാനുണ്ട്. കുറച്ച് ദിവസമായി ഞാൻ മറന്നു കളഞ്ഞ ഒരാളെ. ശിവ? അതേടാ, നിധി. അവൻ വീണ്ടും തുടങ്ങി. ശിവ ആ പേര് പറഞ്ഞു. ഗൗതമും ഡാനി ഒരേപോലെ ചിന്തിച്ചു. എങ്ങനെടാ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. 5 പറയണ്ട, ഞാൻ പെട്ടെന്ന് വരാം. അത്രയും പറഞ്ഞ് വേഗത്തിൽ പോകുന്ന ശിവയെ നോക്കി അവർ അവിടെ തന്നെ നിന്നു. ഡാനി, ശരിയാവൂടാ? ആണെങ്കിൽ ശിവ അവനെ വെറുതെ വിടില്ല. ഇന്നത്തോടെ നിതിനെന്ന അധ്യായം അവസാനിക്കും. ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ അവർക്ക് മുമ്പിലുണ്ടെന്നറിയാതെ അവർ രണ്ടുപേരും തിരിഞ്ഞടന്നു. നമ്പ്യാരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ശിവ എത്തിയിരുന്നില്ല. അഞ്ജലി ആകെ തളർന്നിരുന്നു. ഡാനിയും ഗൗതവും മാറി മാറി അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അജയ് ആയിരുന്നു കർമ്മങ്ങളെല്ലാം ചെയ്ത്. നമ്പ്യാർ നാടിന് പ്രിയങ്കരായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അയാളെ കാണാൻ ഉന്തും തള്ളുമായിരുന്നു. പ്രിയതമൻ പോയതറിയാതെ രാധ ICUവിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു. ചീതോരിക്ക് കത്തിക്കാൻ വേണ്ടി ഏർപ്പാടുകൾ നടക്കുമ്പോഴാണ് അവരെ തേടി ആ വാർത്തയും എത്തുന്നത്. ഒരുമിച്ച് ജീവിച്ചവർ ഒരുമിച്ച് തന്നെ മരണവും സ്വീകരിച്ചെന്ന്. അഞ്ജലിയുടെ ബോധം മറഞ്ഞു. അജയ് എല്ലാം നഷ്ടമായവനെ പോലെ തളർന്നിരുന്നു. എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ എല്ലാവരും കണ്ണീർ വാർത്തു. ഒരു ദിവസം കൊണ്ട് അവർ അനാഥരായെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. രാധയുടെ ബോഡി കൂടെ കൊണ്ടുവന്നിട്ട് അടക്കാമെന്ന ധാരണയിൽ ആ വീട് കാത്തിരുന്നു. ഉച്ചയോടെ രാധയുടെ ബോഡിയും എത്തി. അഞ്ജലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പപ്പയുടെയും അമ്മയുടെയും ദേഹത്തേക്ക് വീണു. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പാടുപെട്ടുകൊണ്ട് അജയും. നേരം വൈകിക്കേണ്ടെന്ന കർമ്മിയുടെ തീരുമാനത്തിൽ മൃതദേഹം എടുക്കാനായപ്പോൾ അഞ്ജലി അവസാനമായി അവരെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. ഇനി അവരില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ചിതയിലേക്ക് വെക്കുന്നതും തീ പടരുന്നതുമെല്ലാം നോക്കി അവൾ നിന്നു. ഒടുവിൽ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ തോന്നിയതും അവളെ ആരോ ചേർത്ത് പിടിച്ചിരുന്നു. അഞ്ജലിക്ക് ബോധം വരുമ്പോൾ മുറിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബോധം വന്ന പോലെ അവൾ എഴുന്നേറ്റ് ഓടാൻ നിന്നു. വാതിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പപ്പയും അമ്മയും. തേങ്ങലോട് അഞ്ജലി പറയുമ്പോൾ അവൻ്റെ മിഴികൾ നിറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് അവൻ അങ്ങനെ തന്നെ നിന്നു. പിന്നെ പതിയെ അവളെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് കിടത്തി. അവൾ മയങ്ങിയെന്ന് കണ്ടതും അവൻ പുറത്തേക്ക് ഇറങ്ങി. ആരൊന്നും മിണ്ടിയില്ല. വാ തോരാതെ സംസാരിച്ചിരുന്നവർ മൗനത്തെ കൂട്ടുപിടിച്ചു. ഓരോ മൂലയിലിരുന്നു എല്ലാവരും നമ്പ്യാരുടെയും രാധയുടെയും ഓർമ്മകളെ താലോലിച്ചു. എല്ലാവരുടെയും മുഖത്ത് സങ്കടമാണെങ്കിൽ ശിവയുടെ മുഖത്ത് സങ്കടത്തോടൊപ്പം മറ്റെന്തൊക്കെയോ ഭാവങ്ങളുണ്ടെന്ന് ഡാനി മാത്രം കണ്ടുപിടിച്ചു. തനിച്ച് കിട്ടുമ്പോൾ സംസാരിക്കാൻ വേണ്ടി അവൻ കാത്തുനിന്നു. രാത്രി ഏറെ വൈകിയതും എല്ലാവരും തിരിച്ചുപോയി. ഗൗതമിൻ്റെ അച്ഛനും അമ്മയും ലക്ഷ്മിയും അമ്മവും മാത്രം അവിടെ നിന്നു. ആർക്കും പരസ്പരം മിണ്ടാൻ കഴിഞ്ഞില്ല. ശിവാഞ്ജലിയുടെ മുറിയിൽ വരുമ്പോൾ കീർത്തിയും ശാലിനിയും അമ്മ അവിടെ ചുറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി എങ്ങോട്ടും നോക്കിയിരിക്കുകയായിരുന്നു. മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റി പോലും ചെയ്യാതെ പ്രതിമ കണക്കെ അവളിരുന്നു. ശിവ വന്നു കണ്ട് അവരെല്ലാം മുറിയിൽ നിന്നും പോയി. ശിവ അവിടെ അരികിൽ വന്നിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ചെങ്കിൽ അഞ്ജലി പ്രതികരിച്ചില്ല. ഏറെ നേരം അരികിലിരുന്നിട്ടും ഒരു നോട്ടം പോലും അവൾ അവന് നേരെ നൽകിയില്ല. ഒന്നും മിണ്ടാതെ ശിവ തിരികെ ഇറങ്ങുമ്പോൾ വാതിൽക്കൽ കീർത്തി ഉണ്ടായിരുന്നു. അവൾ ശിവയുടെ കൈ പിടിച്ച് മാറി നിന്നു. അവളുടെ മുഖം എന്തൊക്കെയോ പറയാനുണ്ടെന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ശിവേട്ട, കുറച്ച് മുമ്പ് അഞ്ജുവിനൊരു കോൾ വന്നു. അപ്പോൾ തൊട്ടൊരു അക്ഷരം മിണ്ടുന്നില്ല. ആരാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞതുമില്ല. അവൾ കാണാതെ ഞാൻ ഫോൺ എടുത്ത് നോക്കി. അവളുടെ വാക്കുകൾ സൂക്ഷ്മതയോടെ കേട്ട ശിവയുടെ മുഖഭാവം മാറുന്നു കീർത്തി അറിഞ്ഞു. നിതിനായിരുന്നു. അവൻ്റെ കണ്ണുകൾ രക്തമയമാവുന്നു. കൈ ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കുന്നതും കണ്ട് കീർത്തിക്കും ഭയം തോന്നി. കണ്ണിറുക്കിയടച്ച് അവൻ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം.